എല്ലാവർക്കും നമസ്കാരം. കൊമേഴ്സ് ഗൈഡിന്റെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കേരള PSCയുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 2025 നടക്കാനിരിക്കുന്ന എക്സാമിന്റെ കൊമേഴ്സ് ഏരിയ എന്നുള്ള സെക്കൻഡ് മൊഡ്യൂളിലെ ബേസിക്സ് ഓഫ് അക്കൗണ്ടിംഗ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കൊമേഴ്സ് ഏരിയ എന്നല്ലാത്ത ആളുകൾ അറിഞ്ഞിരിക്കേണ്ട അക്കൗണ്ടിങ്ങിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ആദ്യം നമുക്ക് അക്കൗണ്ടിങ്ങിന്റെ ഇക്വേഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അക്കൗണ്ടിംഗ് ഈസ് എ സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, summarizing, analyzing, and interpreting ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഓഫ് എ ബിസിനസ് ഓർ ഓർഗനൈസേഷൻ. അതായത് ഒരു ബിസിനസ്സിലുള്ള ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്. എന്താണ് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്? മോണിറ്ററി ടേമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് ഇടപാടുകളാണ് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്. ഉദാഹരണമായിട്ട് സാലറി കൊടുത്തു 10,000 rupees, സെയിൽസ് ആണ് 1,00,000 rupees, റെന്റ് കൊടുത്തു 1,000 rupees. ഇതൊക്കെ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആണ്. അപ്പൊ ഈ ഓരോ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനും റെക്കോർഡ് ചെയ്യുകയും ക്ലാസിഫൈ ചെയ്യുകയും സമ്മറൈസ് ചെയ്യുകയും അനലൈസ് ചെയ്യുകയും ഇന്റർപ്രറ്റ് ചെയ്യുകയും ചെയ്യുന്ന സിസ്റ്റമാറ്റിക് പ്രോസസ്സിനെയാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി അക്കൗണ്ടിങ്ങിൽ അറിഞ്ഞിരിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്സ് ഉണ്ട്. അതിലൊന്നാണ് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. എന്താണ് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്? ഇറ്റ് എൻഷുർ ദ every financial transaction effect listed to account to keep the accounting equation balanced. അതായത് ബിസിനസ്സിൽ ഡെയിലി നടക്കുന്ന ഓരോ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനും അറ്റ്ലീസ്റ്റ് രണ്ട് അക്കൗണ്ടിൽ ചേഞ്ചസ് ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. ആ രണ്ട് അക്കൗണ്ടിൽ ഒന്ന് ക്രെഡിറ്റ് ആയിട്ട് മാറും, ഒന്ന് ഡെബിറ്റ് ആയിട്ട് മാറും. ഓക്കെ, അത് കൂടുതൽ മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നത് നോക്കൂ. ഇഫ് യു ബൈ ഗുഡ്സ് ഫോർ ക്യാഷ്. ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ആ ബിസിനസ്സിലേക്ക് ഞാൻ കുറച്ച് സ്റ്റോക്ക് പർച്ചേസ് ചെയ്തു, ഗുഡ്സ് പർച്ചേസ് ചെയ്തു. അങ്ങനെ വരുമ്പോൾ ഇതൊരു ട്രാൻസാക്ഷൻ ആണ് അല്ലെ. ഈ ട്രാൻസാക്ഷൻ രണ്ട് അക്കൗണ്ടിൽ എന്തുണ്ടാക്കുന്നുണ്ട്? ചേഞ്ച് ഉണ്ടാക്കുന്നുണ്ട്. അതാണ് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് പറയുന്നത്. ഏതൊക്കെയാണ് രണ്ട് അക്കൗണ്ട്? ഒന്ന് പർച്ചേസ് അക്കൗണ്ട് ആണ്, ഞാൻ ഗുഡ്സ് പർച്ചേസ് ചെയ്തു അല്ലെ, അപ്പൊ പർച്ചേസ് ഇൻക്രീസ് ആയി. അതേപോലെ തന്നെ എന്റെ ബിസിനസ് നിന്ന് ക്യാഷ് പോയി, ക്യാഷ് കുറഞ്ഞു അല്ലെ, അപ്പൊ ക്യാഷ് അക്കൗണ്ട് ആണ് രണ്ടാമത്തെ അക്കൗണ്ട്. അപ്പൊ ഈ രണ്ട് അക്കൗണ്ടിലാണ് എന്തുണ്ടാവുന്നത്? ചേഞ്ച് ഉണ്ടാവുന്നത് അല്ലെ. അപ്പൊ ഇതിൽ ഒരു അക്കൗണ്ട് ഡെബിറ്റും ഒരു അക്കൗണ്ട് ക്രെഡിറ്റും ആയിരിക്കും. അതിന്റെ റൂള് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇവിടെ നിങ്ങൾ ഒരു കാര്യം ഓർത്ത് വെക്കുക. പർച്ചേസ് ഇൻക്രീസ് ചെയ്താൽ പർച്ചേസിനെ ഡെബിറ്റ് ആണ് ചെയ്യുക. അതേപോലെ തന്നെ ബിസിനസ്സിൽ നിന്ന് ക്യാഷ് പോയാൽ ക്യാഷിനെ ക്രെഡിറ്റ് ആണ് ചെയ്യുക. ക്യാഷ് ഡിക്രീസ് ചെയ്താൽ ക്യാഷിനെ ക്രെഡിറ്റ് ആണ് ചെയ്യുക. ഇതൊന്ന് ഓർത്തിരിക്കുക കേട്ടോ, നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയും. ഓക്കെ, അടുത്തത് മറ്റൊരു എക്സാമ്പിൾ ആണ് ബൈയിങ് എക്യുപ്മെന്റ് വിത്ത് ക്യാഷ്. എന്റെ ബിസിനസ്സിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു മെഷീനറിയോ അല്ലെങ്കിൽ ഒരു എക്യുപ്മെന്റോ ഞാൻ ക്യാഷ് കൊടുത്ത് പർച്ചേസ് ചെയ്തു. ഓക്കെ, ഇതൊരു ട്രാൻസാക്ഷൻ ആണ്. അപ്പൊ ഇവിടെയും രണ്ട് അക്കൗണ്ടിൽ ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. ഏതൊക്കെയാണ് രണ്ട് അക്കൗണ്ട്? ഒന്ന് എക്യുപ്മെന്റ് എന്ന് പറയുന്ന അക്കൗണ്ട്, അത് എന്റെ ബിസിനസ്സിലേക്ക് വന്നു അല്ലെ, അതായത് ഇൻക്രീസ് ചെയ്തു. അതേപോലെ തന്നെ എന്റെ ബിസിനസ്സിലെ ക്യാഷ് കുറഞ്ഞു, അതാണ് രണ്ടാമത്തെ അക്കൗണ്ട് ക്യാഷ് അല്ലെ. അപ്പൊ ഇവിടെ എക്യുപ്മെന്റ് എന്ന് പറയുന്നത് ഒരു അസറ്റ് ആണ് അല്ലെ. അപ്പൊ എന്റെ ബിസിനസ്സിലെ അസറ്റ് ഇൻക്രീസ് ചെയ്തു, അപ്പൊ അതിനെ ഞാൻ ഡെബിറ്റ് ആണ് ചെയ്യുക. അതേപോലെ തന്നെ ക്യാഷ് ബിസിനസ് റെഡ്യൂസ് ആവുകയാണെങ്കിൽ, ഡിക്രീസ് ആവുകയാണെങ്കിൽ അതിനെ ക്രെഡിറ്റ് ആണ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇവിടെ പറഞ്ഞ കാര്യത്രയേ ഉള്ളൂ. ബിസിനസ്സിൽ നടക്കുന്ന ഓരോ ട്രാൻസാക്ഷനും രണ്ട് അക്കൗണ്ടിൽ, അറ്റ്ലീസ്റ്റ് രണ്ട് അക്കൗണ്ടിൽ എന്തുണ്ടാക്കുന്നുണ്ട്? ചേഞ്ചസ് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അത് ഓർത്തിരിക്കില്ല. ഇപ്പൊ ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് കേൾക്കുമ്പോൾ രണ്ട് അക്കൗണ്ടിൽ ചേഞ്ച് ഉണ്ടാക്കുന്നു എന്നുള്ളത് ഒന്ന് ഓർത്തിരിക്കണേ. ദെൻ അടുത്ത പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ് അക്കൗണ്ടിങ് ഇക്വേഷൻ. അക്കൗണ്ടിങ്ങിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ഈ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഏതാണ് ആ ഇക്വേഷൻ? അസറ്റ് ഈസ് ഇക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ഓർത്തിരിക്കണേ, അസറ്റ് ഈസ് ഇക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ഈ ഇക്വേഷൻ തന്നെ പല രീതിയിൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ലയബിലിറ്റീസ് കാണാനുള്ള ഇക്വേഷൻ എന്തായിട്ട് മാറും? അസറ്റ് മൈനസ് ക്യാപിറ്റൽ ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ഏറ്റവും ബേസ് ആയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് അസറ്റ് ഈസ് ഇക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ ആണ്. അപ്പൊ എന്താണ് അസറ്റ്, എന്താണ് ലയബിലിറ്റി, എന്താണ് ക്യാപിറ്റൽ? അസറ്റ് എന്താണ്? വാട്ട് ബിസിനസ് ഓൺസ്. അതായത് ബിസിനസിന് സ്വന്തമായിട്ടുള്ള റിസോഴ്സുകളെയാണ് അസറ്റ് എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് ക്യാഷ്, ഇൻവെന്ററി, മെഷീനറി, ബിൽഡിംഗ്, ലാൻഡ്, ഇതൊക്കെ ബിസിനസിന് സ്വന്തമായിട്ടുള്ള റിസോഴ്സുകളാണ് അല്ലെ. ഇതിനെയൊക്കെ ബിസിനസിന്റെ അസറ്റ് എന്നാണ് പറയാം. ഇനി എന്താണ് ലയബിലിറ്റി? അതായത് ബിസിനസ് കടപ്പെട്ടിരിക്കും ചില ആളുകളോട് അല്ലെ. അതായത് ബിസിനസ് ചില ആളുകൾക്ക് ക്യാഷ് കൊടുക്കാനുണ്ടാകും, അവരൊക്കെ അല്ലെങ്കിൽ ആ എമൗണ്ട് ഒക്കെ ബിസിനസിന്റെ ലയബിലിറ്റിയാണ്, ബാധ്യതയാണ് അല്ലെ. ഉദാഹരണമായിട്ട് ലോണ്, ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, അതൊക്കെ ലയബിലിറ്റിയാണ്. ഇനി എന്താണ് ഓണേഴ്സ് ഇക്വിറ്റി? ഓണേഴ്സ് ഇക്വിറ്റി ഈസ് ഇക്വൽ ടു ഓണേഴ്സ് ഇൻവെസ്റ്റ്മെന്റ്. എന്താണ് ഓണേഴ്സിന്റെ ഇൻവെസ്റ്റ്മെന്റ്? ഓണേഴ്സിന്റെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന മറ്റൊരു പേരാണ് ക്യാപിറ്റൽ അഥവാ മൂലധനം അല്ലെ. ഓണേഴ്സിന്റെ ഇൻവെസ്റ്റ്മെന്റ് അഥവാ ക്യാപിറ്റൽ പ്ലസ് പ്രോഫിറ്റ്. ഇനി ലോസ് ആണെങ്കിൽ മൈനസ് ലോസ്, അതിനെയാണ് ഓണേഴ്സ് ഇക്വിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിരിക്കുക. അസറ്റ് ഈസ് ഇക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. അക്കൗണ്ടിങ്ങിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ ആണ് കേട്ടോ. ഓക്കെ, ദെൻ നമ്മൾ അവിടെ അസറ്റ് എന്താന്ന് കണ്ടു അല്ലെ. ഇനി അസറ്റിന്റെ രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, അത് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണേ. അതായത് ഒന്ന്
കൺവേർട്ടബിലിറ്റിന്റെ ബേസിൽ അസറ്റിനെ കറണ്ട് അസറ്റ് എന്നും നോൺ കറണ്ട് അസറ്റ് എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ് കറണ്ട് അസറ്റ്? അതായത് വളരെ പെട്ടെന്ന് ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുന്ന അസറ്റുകളെയാണ് കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുന്ന, കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അസറ്റുകളെയാണ് കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് ക്യാഷ് ഉണ്ട്, ഇൻവെന്ററി ഉണ്ട്, അതേപോലെ തന്നെ അക്കൗണ്ട് റിസീവബിൾസ് ഉണ്ട്. എന്താണ് അക്കൗണ്ട് റിസീവബിൾസ്? അതായത് നമ്മൾ ഒരാൾക്ക് ഗുഡ്സ് കടത്തിന് വിറ്റു, അപ്പൊ അവർ നമുക്ക് ക്യാഷ് തരാനുണ്ട്, അതിനെയാണ് അക്കൗണ്ട് റിസീവബിൾ എന്ന് പറയുന്നത്. ഓക്കെ. അതേപോലെ തന്നെ പ്രീപെയ്ഡ് എക്സ്പെൻസ് ഉണ്ട്. എന്താണ് പ്രീപെയ്ഡ് എക്സ്പെൻസ്? എനിക്ക് അടുത്ത മാസം 1000 രൂപ റെന്റ് കൊടുക്കാനുണ്ട്, ഞാൻ അത് ഈ മാസേ കൊടുത്തു, അതിനെയാണ് പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. പ്രീപെയ്ഡ് എക്സ്പെൻസും ഒരു കറണ്ട് അസറ്റ് ആണ്. അപ്പൊ എന്താണ് കറണ്ട് അസറ്റ് എന്ന് മനസ്സിലായല്ലോ. ഇനി എന്താണ് നോൺ കറണ്ട് അസറ്റ്? നോൺ കറണ്ട് അസറ്റിന് നമുക്ക് ഫിക്സഡ് അസറ്റ് അല്ലെങ്കിൽ ലോങ് ടേം അസറ്റ് എന്നും പറയാം. അതായത് നമ്മൾ ഒരു ലോങ് ടേമിലേക്ക് വേണ്ടിയിട്ട് ബിസിനസ്സിന് യൂസ് ചെയ്യുന്ന അസറ്റുകളാണ് നോൺ കറണ്ട് അസറ്റ്. ഉദാഹരണമായിട്ട് ലാൻഡ്, ബിൽഡിംഗ്, മെഷീനറി, പാറ്റന്റ്, ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ്, ഇതൊക്കെ ലോങ് ടേമിലേക്ക് വേണ്ടിയിട്ടാണ് അല്ലെ. ഇതാണ് ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ കേട്ടോ. ഇനി രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കുന്നതാണ്. ബേസ്ഡ് ഓൺ ഫിസിക്കൽ എക്സിസ്റ്റൻസ്, അതായത് ഫിസിക്കലി എക്സിസ്റ്റ് ചെയ്യുന്നതിന്റെ ബേസിൽ അസറ്റിനെ ടാഞ്ചിബിൾ അസറ്റ് എന്നും ഇൻടാഞ്ചിബിൾ അസറ്റ് എന്നും രണ്ടായിട്ട് ക്ലാസ് ചെയ്യുന്നുണ്ട്. എന്താണ് ടാഞ്ചിബിൾ അസറ്റ്? നമുക്ക് ഫിസിക്കലി ടച്ച് ചെയ്യാൻ പറ്റുന്ന, ഫിസിക്കലി ഒരു ഫോമുള്ള, ഫിസിക്കലി നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന അസറ്റ് ആണ് ടാഞ്ചിബിൾ അസറ്റ്. ഉദാഹരണമായിട്ട് മെഷീനറി, വെഹിക്കിൾസ്, ഇൻവെന്ററി, ബിൽഡിംഗ്, ഇതൊക്കെ ടാഞ്ചിബിൾ അസറ്റ് ആണ്. ഇനി എന്താണ് ഇൻടാഞ്ചിബിൾ അസറ്റ്? അതായത് ബിസിനസ്സിൽ നമുക്ക് കാണാൻ പറ്റാത്ത, നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റാത്ത, ഫിസിക്കലായിട്ട് ഒരു എക്സിസ്റ്റൻസ് ഇല്ലാത്ത അസറ്റുകൾ ഉണ്ട്, അതിനെയാണ് ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് ഗുഡ് വില്ല്. ഇപ്പൊ ഒരു കമ്പനി, ആപ്പിൾ എന്ന് പറയുന്ന ഒരു കമ്പനി, അതിനൊരു ഗുഡ് വിൽ ഉണ്ട് അല്ലെ, അതിന്റെ ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ് ആ ഗുഡ് വില്. അതേപോലെ തന്നെ പാറ്റന്റ്, ട്രേഡ് മാർക്ക്, കോപ്പിറൈറ്റ്, ഇതിനൊന്നും ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഫോം ഇല്ല, പക്ഷെ അതിനൊരു വാല്യൂ ഉണ്ട്. ഓക്കെ. ഇതിനെയാണ് നമ്മൾ ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പൊ എന്താണ് ടാഞ്ചിബിൾ അസറ്റ്, എന്താണ് ഇൻടാഞ്ചിബിൾ അസറ്റ് എന്നുള്ള കാര്യം ഒന്ന് ഓർത്തിരിക്കണേ. ഓക്കെ. ദെൻ ലയബിലിറ്റീസിന്റെ ക്ലാസിഫിക്കേഷൻ നമുക്ക് നോക്കാം. ബേസ്ഡ് ഓൺ മെച്യൂരിറ്റി, അതായത് തിരിച്ചു കൊടുക്കുന്ന ഇതിന്റെ ബേസിൽ ലയബിലിറ്റിയെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. കറണ്ട് ലയബിലിറ്റി എന്നും നോൺ കറണ്ട് ലയബിലിറ്റി എന്നും. എന്താണ് കറണ്ട് ലയബിലിറ്റി? നമുക്ക് ഒരു വർഷത്തിനുള്ളിൽ തിരിച്ചു കൊടുക്കേണ്ട ബാധ്യതകൾ ഉണ്ടാവും, ലയബിലിറ്റീസ് ഉണ്ടാവും, അതാണ് കറണ്ട് ലയബിലിറ്റി. ഉദാഹരണമായിട്ട് അക്കൗണ്ട് പേയബിൾ. എന്താണ് അക്കൗണ്ട് പേയബിൾ? നമ്മൾ വേറൊരു സപ്ലയർ അടുത്തുനിന്ന് ഗുഡ്സ് കടത്തിന് വാങ്ങി, അപ്പൊ അത് നമ്മൾ ഒരു വർഷത്തിനുള്ളിൽ അയാൾക്ക് തിരിച്ചു കൊടുക്കണം അല്ലെ, അതാണ് അക്കൗണ്ട് പേയബിൾ. അതേപോലെ തന്നെ ഷോർട്ട് ടേം ലോൺസ് ഉണ്ട്, ഒരു വർഷത്തിനുള്ളിൽ കൊടുത്തു തീർക്കേണ്ട ലോൺ ഉണ്ട്. അതേപോലെ തന്നെ അക്രൂഡ് എക്സ്പെൻസ് ഉണ്ട്. എന്താണ് അക്രൂഡ് എക്സ്പെൻസ്? അതായത് നമുക്ക് ഒരു എക്സ്പെൻസ് കൊടുക്കാനുണ്ട്, പക്ഷെ അത് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഇതുവരെ കൊടുത്തിട്ടില്ല. അത്തരത്തിലുള്ള എക്സ്പെൻസ് ആണ് അക്രൂഡ് എക്സ്പെൻസ്. അപ്പൊ അത്തരത്തിലുള്ള അക്രൂഡ് എക്സ്പെൻസും കറണ്ട് ലയബിലിറ്റി ആണ്. ഇനി എന്താണ് നോൺ കറണ്ട് ലയബിലിറ്റി? അതായത് ഒരു ലോങ് പീരീഡ് കൊണ്ട് കൊടുത്തു തീർക്കാം എന്ന് പറയുന്ന ചില ലയബിലിറ്റീസ് ഉണ്ട്, ബാധ്യതകളുണ്ട്, അതിനെയാണ് നോൺ കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് ലോങ് ടേം ലോൺ, ലീസ് ഒബ്ലിഗേഷൻ, ബോണ്ട് പേയബിൾ, ഇതൊക്കെ ഒരു വർഷത്തിന് മേലെടുത്തിട്ടാണ് നമ്മൾ റീപേ ചെയ്യാം അല്ലെ, അതാണ് നോൺ കറണ്ട് ലയബിലിറ്റി. ഇനി സോഴ്സിന്റെ ബേസിൽ, അതായത് എവിടുന്നാണ് നമ്മൾ ആ ലയബിലിറ്റി എടുത്തത്, അതിന്റെ ബേസിൽ ലയബിലിറ്റിയെ ഇന്റേണൽ ലയബിലിറ്റീസ് എന്നും എക്സ്റ്റേണൽ ലയബിലിറ്റീസ് എന്നും രണ്ടായിട്ട് ക്ലാസ് ചെയ്യുന്നുണ്ട്. എന്താണ് ഇന്റേണൽ ലയബിലിറ്റീസ്? അതായത് ബിസിനസിന്റെ ഉള്ളിലുള്ള ആളുകളോട് തന്നെ നമ്മൾ ചിലപ്പം ലോൺ എടുത്തിട്ടുണ്ടാവും, അതാണ് ഇന്റേണൽ ലയബിലിറ്റി. ഉദാഹരണമായിട്ട് ഓണർ അടുത്തുനിന്ന് ഓണർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തു, അതൊരു ഇന്റേണൽ ലയബിലിറ്റിയാണ്. അതേപോലെ തന്നെ ഷെയർ ഹോൾഡർ എന്ന് പറയുന്ന ആള് ബിസിനസിന് ഇന്റേണൽ ആയിട്ട് വരുന്ന ഒരു പാർട്ടിയാണ് അല്ലെ, ഓണറാണ്. അപ്പൊ അയാൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എന്താണ്, ഒരു ഇന്റേണൽ ലയബിലിറ്റിയാണ്. ഓക്കെ. ഇനി എന്താണ് എക്സ്റ്റേണൽ ലയബിലിറ്റി? അതായത് ഒരു തേർഡ് പാർട്ടിന്റെ അടുത്തുനിന്ന് ബിസിനസ് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് എക്സ്റ്റേണൽ ലയബിലിറ്റി ആണ്. ഉദാഹരണമായിട്ട് ബാങ്ക് ലോൺ, ക്രെഡിറ്റേഴ്സ്, അതൊക്കെ എക്സ്റ്റേണൽ ലയബിലിറ്റി ആണ്. അപ്പൊ ഈ ക്ലാസിഫിക്കേഷനും ഒന്ന് ഓർത്തിരിക്കണേ. ഓക്കെ. ദെൻ നമ്മൾ അക്കൗണ്ടിങ്ങിൽ അറിഞ്ഞിരിക്കേണ്ട ചില ബേസിക് ആയിട്ടുള്ള ടേംസ് ഉണ്ട്. അതിലൊന്നാണ് റവന്യൂ. എന്താണ് റവന്യൂ? സെയിൽസിലൂടെ കിട്ടുന്ന ഇൻകം ആണ് റവന്യൂ. അതായത് ഇപ്പൊ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, ആ ബിസിനസ് ബുക്സ് വിൽക്കുന്ന ഒരു ഷോപ്പാണ്, അപ്പൊ ആ ബുക്സ് വിൽക്കുന്നതിലൂടെ കിട്ടുന്ന ഇൻകം ആണ് റവന്യൂ. മനസ്സിലായല്ലോ. പക്ഷേ ഒരു ബിസിനസ്സിലെ, ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ ഒരു ബിസിനസ്സിലെ തന്നെ പഴയ ഒരു ഫേർണിച്ചർ നമ്മൾ പഴയതായപ്പോൾ വിറ്റു, അപ്പൊ അതിന് കിട്ടിയിട്ടുള്ള ക്യാഷ് ഒരിക്കലും എന്തല്ല, ഒരു റവന്യൂ ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. ഇപ്പൊ ഗുഡ്സ് വിൽക്കുന്നതിലൂടെ കിട്ടുന്ന ഇൻകത്തിനെയാണ് നമ്മൾ റവന്യൂ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി എന്താണ് എക്സ്പെൻസ്? അതായത് ബിസിനസ് മുന്നോട്ട് പോകണമെങ്കിൽ ഒരുപാട് കോസ്റ്റ് ഇൻകർ ചെയ്യേണ്ടി വരും അല്ലെ. അത് ഉദാഹരണമായിട്ട് റെന്റ് ഉണ്ട്, സാലറി ഉണ്ട്, വേജസ് ഉണ്ട്, ഇൻഷുറൻസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ്, എക്സ്പെൻസ് ആയിട്ടാണ് പറയാം. മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി അടുത്ത ടേമാണ് ഡെപ്റ്റേഴ്സ്. എന്താണ് ഡെപ്റ്റേഴ്സ്? പീപ്പിൾ ഹു ഓ മണി ടു ദ ബിസിനസ്. അതായത്
ബിസിനസ്സിലേക്ക് ക്യാഷ് കൊടുക്കാനുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും, അവരാണ് ബിസിനസിന്റെ ഡെപ്റ്റേഴ്സ്. ഉദാഹരണമായിട്ട് ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, ഞാൻ കടത്തിന് വേറൊരാൾക്ക് ഗുഡ്സ് വിറ്റു, അപ്പൊ അയാൾ എനിക്ക് ക്യാഷ് തരാനുണ്ട്, അവര് നമ്മുടെ ഡെപ്റ്റർ ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക കേട്ടോ. കസ്റ്റമർ ഹു ബോട്ട് ഓൺ ക്രെഡിറ്റ്. ഓക്കെ, ദെൻ അടുത്താണ് ക്രെഡിറ്റേഴ്സ്. പീപ്പിൾ ദ ബിസിനസ് ഓസ് മണി ടു. അതായത് ബിസിനസ് കടപ്പെട്ടിരിക്കുന്ന, അതായത് ബിസിനസ് ക്യാഷ് കൊടുക്കാനുള്ള ആളുകൾ ഉണ്ടാവും, അവരാണ് ബിസിനസിലെ ക്രെഡിറ്റേഴ്സ്. സപ്ലയർ നോട്ട് യെറ്റ് പെയ്ഡ്, അതായത് ഗുഡ്സ് പർച്ചേസ് ചെയ്ത ഒരു സപ്ലയർ ഉണ്ടാവും, അപ്പൊ അവർക്ക് ക്യാഷ് കൊടുത്തിട്ടില്ല, അല്ലെ, അവർ നമ്മുടെ ക്രെഡിറ്റർ ആണ്. മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി എന്താണ് ക്യാപിറ്റൽ അഥവാ മൂലധനം? ഓണേഴ്സ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ബിസിനസ്, അല്ലെ, അതായത് ബിസിനസ്സിലേക്ക് ഓണേഴ്സ് നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്, അത് ക്യാഷ് ആയിട്ടാവാം അല്ലെങ്കിൽ എന്തെങ്കിലും അസറ്റ് ആയിട്ടാവാം. ഓക്കെ, ഇനി മറ്റൊരു ടേം ആണ് ഡ്രോയിങ്സ്. എന്താണ് ഡ്രോയിങ്സ്? മേക്ക് മണി ടേക്കൺ ഔട്ട് ബൈ ദ ഓണർ ഫോർ പേഴ്സണൽ യൂസ്, അതായത് ബിസിനസിന് ഓണർ അയാളുടെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് ക്യാഷ് ബിസിനസ് നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ ഡ്രോയിങ്സ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയാണ് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടേമുകൾ കേട്ടോ. ക്ലിയർ ആണല്ലോ? ഓക്കെ, ദെൻ അക്കൗണ്ടിങ്ങിന്റെ സ്റ്റെപ്സ് നമുക്കൊന്ന് നോക്കാം. ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് കേട്ടോ. അതായത് ബിസിനസ്സിൽ ഓരോ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ എന്താണ് ആദ്യം ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ പറഞ്ഞു, ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് റെക്കോർഡിംഗ് ആണ്, അല്ലെ. അതാണ് ഒന്നാമത്തെ സ്റ്റേജ്, റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ്. അപ്പൊ ഡെയിലി ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് എന്ത് ചെയ്ത് വെക്കണം? ബിസിനസ്സിൽ റെക്കോർഡ് ചെയ്ത് വെക്കണം, അല്ലെ. അങ്ങനെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നതിന് പറയുന്ന പേരാണ് ജേണൽ എൻട്രി. അത് റെക്കോർഡ് ചെയ്യുന്ന ഒരു ബുക്ക് ഉണ്ട്, അതിന് നമ്മൾ ജേണൽ എന്നാണ് പറയാം. ക്ലിയർ ആണല്ലോ? അപ്പൊ റെക്കോർഡ് ചെയ്യുന്ന ബുക്ക് ജേണൽ എന്നാണ് പറയാം. അപ്പൊ ബിസിനസ്സിൽ നടക്കുന്ന ഓരോ ട്രാൻസാക്ഷനും ഡേറ്റ് അനുസരിച്ച് എന്ത് ചെയ്ത് വെക്കണം? ജേണലിൽ റെക്കോർഡ് ചെയ്ത് വെക്കണം. മനസ്സിലാവല്ലോ? ദെൻ രണ്ടാമത്തെ സ്റ്റേജ് എന്താണ്? ക്ലാസിഫിക്കേഷൻ ആണ്, അല്ലെ. നമ്മൾ ആ ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട്, അല്ലെ. അപ്പൊ ക്ലാസിഫൈ ചെയ്യുന്നതിനെ പോസ്റ്റിംഗ് ടു ലെഡ്ജർ എന്നാണ് നമ്മൾ പറയാം. അതായത് സിമിലർ ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ഒക്കെ നമ്മൾ ഒരു അക്കൗണ്ടിലേക്ക് മാറ്റും, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റിലേക്ക് മാറ്റും. അതിനെയാണ് പോസ്റ്റിംഗ് ടു ലെഡ്ജർ എന്ന് പറയുന്നത്. ട്രാൻസാക്ഷൻസ് ഫ്രം ജേണൽസ് ആർ ട്രാൻസ്ഫർ ടു ലെഡ്ജർ. ഈ ജേണലിലുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ നമ്മൾ സെപ്പറേറ്റ് ലെഡ്ജറിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യും അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യും. ദെൻ മൂന്നാമത്തെ സ്റ്റേജ് ആണ് സമ്മറൈസിങ് സ്റ്റേജ്. ആ സമ്മറൈസ് ചെയ്യുന്ന ആ സ്റ്റേജ് നമ്മൾ പറയുന്നത് ട്രയൽ ബാലൻസ് പ്രിപ്പറേഷൻ ആണ്. അതായത് വർഷാവസാനം ബിസിനസ്സിലുള്ള എല്ലാ അക്കൗണ്ട്സും നമ്മൾ ബാലൻസ് ചെയ്യും. അതിന് നമ്മൾ സമ്മറൈസിങ് എന്നാണ് പറയുന്നത്. ദെൻ ഈ സമ്മറൈസ് ചെയ്ത ബാലൻസ് നമ്മൾ ഒരു സെപ്പറേറ്റ് സ്റ്റേറ്റ്മെന്റിലേക്ക് മാറ്റും. ആ സ്റ്റേറ്റ്മെന്റിനെയാണ് നമ്മൾ ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്? നമ്മുടെ ബിസിനസ്സിൽ നടന്നിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ പ്രോപ്പർ ആയിട്ടാണോ റെക്കോർഡ് ചെയ്തത് എന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് ടോട്ടൽ ഡെബിറ്റ് സൈഡ് ടോട്ടൽ ക്രെഡിറ്റ് സൈഡിന് ഈക്വൽ ആണോ? ഓക്കെ, അപ്പൊ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. സമ്മറൈസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേജ് ആണ്. ഓക്കെ, അതായത് ബിസിനസ്സിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ടോ, അതേപോലെ തന്നെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണ്, അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത് വർഷാവസാനം. ഓക്കെ, അപ്പൊ പ്രോഫിറ്റ് ആൻഡ് ലോസ് കാണിക്കാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് ഇൻകം സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതേപോലെ തന്നെ ബിസിനസിന്റെ ഫൈനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിലെ പ്രധാനപ്പെട്ട 3 ആസ്പെക്റ്റുകളാണ്. ഒന്ന് അസറ്റ്, രണ്ടാമത്തെ ലയബിലിറ്റീസ്, മൂന്നാമത്തത് ഇക്വിറ്റി. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇത് ജേണലിന്റെ ഒരു ഫോർമാറ്റ് ആണ് കേട്ടോ. അതായത് ബിസിനസ്സിൽ നടക്കുന്ന ഓരോ ട്രാൻസാക്ഷനും ഡേറ്റ് അനുസരിച്ച് റെക്കോർഡ് ചെയ്യണം. ആ ഒരു ഫോർമാറ്റ് ആണിത്. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഇത് ഓവർ ഡീറ്റെയിൽസിലേക്ക് പോയാൽ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവും. ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രം അറിഞ്ഞിരിക്കുക കേട്ടോ. ദെൻ ഇതാണ് ലെഡ്ജറിന്റെ ഫോർമാറ്റ്. ലെഡ്ജറിന് 2 സൈഡ് ഉണ്ട്. ഒന്ന് ഡെബിറ്റ് സൈഡും ഉണ്ട്, രണ്ടാമത്തത് ക്രെഡിറ്റ് സൈഡും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതൊന്ന് ഓർത്തിരിക്കാം. ഇനി ബിസിനസ്സിലുള്ള ഓരോ ആസ്പെക്ടിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. ഇപ്പൊ ബിസിനസ്സിൽ സെയിൽസ് ആണ്, അപ്പൊ സെയിൽസ് എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ട് ഉണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ ഗുഡ്സ് ഇപ്പൊ എ എന്ന് പറയുന്ന ഒരാൾക്ക് വിറ്റു, അപ്പൊ എ എന്ന് പറയുന്ന ആളുടെ പേരിൽ ഒരു അക്കൗണ്ട് ഉണ്ടാവും. ഓക്കെ, അങ്ങനെ ഓരോരുത്തർക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള അക്കൗണ്ട് ഉണ്ടാവും. ഓർത്തിരിക്കണേ. ദെൻ ടൈപ്സ് ഓഫ് അക്കൗണ്ട്, ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കാനുണ്ട്. പ്രധാനമായിട്ട് നിങ്ങൾ അറിയേണ്ടത് ഏതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അക്കൗണ്ട്. 3 ടൈപ്സ് ഓഫ് അക്കൗണ്ടുകളാണുള്ളത്. ഒന്ന് പേഴ്സണൽ അക്കൗണ്ട്, രണ്ടാമത്തത് റിയൽ അക്കൗണ്ട്, മൂന്നാമത്തത് നോമിനൽ അക്കൗണ്ട്. എന്താണ് പേഴ്സണൽ അക്കൗണ്ട്? അതായത് ബിസിനസ് പല ഇൻഡിവിജ്വൽ ആയിട്ട് ഡീൽ ചെയ്യാറുണ്ട്, അല്ലെ. ചിലപ്പോൾ ഗുഡ്സ് കടത്തിന് കൊടുക്കാറുണ്ട്, ഗുഡ്സ് കടത്തിന് വാങ്ങാറുണ്ട്. ഇനി പല ഫേമുകളായിട്ട് ട്രാൻസാക്ഷൻ നടത്താറുണ്ട്, അല്ലെ. ഗുഡ്സ് കടത്തിന് വാങ്ങാറുണ്ട്, ഗുഡ്സ് കടത്തിന് കൊടുക്കാറുണ്ട്, അല്ലെ. അപ്പൊ അതാണ് പേഴ്സണൽ അക്കൗണ്ട്. പേഴ്സണൽ അക്കൗണ്ടിലേക്ക് വരുമ്പോൾ അവിടെ എന്തിനെ ഡെബിറ്റ് ചെയ്യണം, എന്തിനെ ക്രെഡിറ്റ് ചെയ്യണം, അതിനൊരു റൂൾ ഉണ്ട്. പേഴ്സണൽ അക്കൗണ്ടിലേക്ക് വരുമ്പോൾ
റിസീവ് ചെയ്യേണ്ട ആളെ ഡെബിറ്റ് ചെയ്യണം. അതേപോലെ തന്നെ കൊടുക്കുന്ന ആളെ ക്രെഡിറ്റ് ചെയ്യണം. ഒരു എക്സാമ്പിൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും കേട്ടോ. ഇവിടെ ഇത്രയും ഓർത്തിരുന്നാൽ മതി. ദെൻ അതിനൊരു എക്സാമ്പിൾ, പേഴ്സണൽ അക്കൗണ്ടിന്റെ ഒരു എക്സാമ്പിൾ ആണ് കസ്റ്റമർ. ഗുഡ്സ് കടത്തിന് വാങ്ങിയ കസ്റ്റമർ ഉണ്ടെങ്കിൽ അത് നമ്മളെ ഡെപ്റ്റർ ആണ്, അല്ലെ? അത് പേഴ്സണൽ അക്കൗണ്ടിന്റെ കീഴിലാണ് വരിക. അതേപോലെ തന്നെ സപ്ലയർ ക്രെഡിറ്റർ ആണ്, അല്ലെ? അതും പേഴ്സണൽ അക്കൗണ്ടിന്റെ താഴെയാണ് വരിക. ഓക്കെ, ഇനി അടുത്ത ടൈപ്പാണ് റിയൽ അക്കൗണ്ട്. അതായത് ബിസിനസ്സിലുള്ള അസറ്റ്, ലയബിലിറ്റീസ്, ക്യാപിറ്റൽ, ഇതൊക്കെ റിയൽ അക്കൗണ്ട് എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷൻ വരുന്നതാണ്. ഓക്കെ, അവിടെ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് റൂൾ ഉണ്ട്. അതായത് ഈ റിയൽ ആയിട്ടുള്ള റിയൽ അക്കൗണ്ട് ടൈപ്പിൽ വരുന്ന ഓരോ കാര്യങ്ങളും ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ബിസിനസ്സിൽ നിന്ന് പോകുന്ന സമയത്ത് ക്രെഡിറ്റ് ചെയ്യണം. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് ഗോസ് ഔട്ട്. ഇപ്പൊ ഉദാഹരണമായിട്ട് മെഷീനറി പർച്ചേസ് ചെയ്തു, അങ്ങനെയാണെങ്കിൽ മെഷീനറിയെ ഡെബിറ്റ് ചെയ്യണം, അല്ലെ? അപ്പൊ ആ സമയത്ത് തന്നെ ക്യാഷ് എന്ന് പറയുന്ന മറ്റൊരു അസറ്റ് ബിസിനസ്സിന് കുറഞ്ഞു, അത് റിയൽ അക്കൗണ്ടിൽ വരുന്നതാണ്, അല്ലെ? അപ്പൊ ക്യാഷിന് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ അതൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇനി മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് നോമിനൽ അക്കൗണ്ട്. നോമിനൽ അക്കൗണ്ടിൽ വരുന്നത് ഇൻകവും എക്സ്പെൻസും ആണ്. ഇപ്പൊ റെന്റ് ഒരു എക്സ്പെൻസ് ആണ്, സെയിൽസ് അതൊരു ഇൻകം ആണ്, അല്ലെ? ഇതൊക്കെ നോമിനൽ അക്കൗണ്ട് എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷനിൽ വരുന്ന ട്രാൻസാക്ഷൻസ് ആണ്, അല്ലെ? അപ്പൊ അതിലെ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് റൂൾ എന്ന് പറയുന്നത് എക്സ്പെൻസിനൊക്കെ ഡെബിറ്റ് ചെയ്യണം. അതായത് ഇപ്പൊ റെന്റ് കൊടുത്തു, റെന്റ് കൊടുത്താൽ അവിടെ രണ്ട് അക്കൗണ്ട് ചേഞ്ചസ് ഉണ്ടാവും. ഒന്ന് റെന്റും മറ്റൊന്ന് ക്യാഷും ആണ്, അല്ലെ? അപ്പൊ റെന്റ് കൊടുക്കുന്ന സമയത്ത് റെന്റ് എക്സ്പെൻസ് ആയതുകൊണ്ട് തന്നെ ഡെബിറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ക്യാഷ് ബിസിനസ്സിന് കുറഞ്ഞു, അല്ലെ? ക്യാഷിന് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ അതാണ് റൂള് കേട്ടോ. ക്ലിയർ ആണല്ലോ? ഇത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതിയെ. ഇവിടെ പ്രധാനമായിട്ട് നിങ്ങൾ അറിയേണ്ടത് 3 ടൈപ്സ് ഓഫ് അക്കൗണ്ട് ആണുള്ളത്. ഒന്ന് പേഴ്സണൽ അക്കൗണ്ട്, രണ്ടാമത് റിയൽ അക്കൗണ്ട്. റിയൽ അക്കൗണ്ടിൽ വരുന്ന കാര്യങ്ങളാണ് അസറ്റ്, ലയബിലിറ്റീസ്, ഓണേഴ്സ് ഇക്വിറ്റി എക്സെട്ര. ഇനി നോമിനൽ അക്കൗണ്ട് ഉണ്ട്. നോമിനൽ അക്കൗണ്ടിൽ വരുന്നതാണ് ഇൻകവും എക്സ്പെൻസും. മനസ്സിലായല്ലോ? ഓക്കെ, ദെൻ ഇനി ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നു നോക്കൂ. യു പേ 5,000 ടു എ സപ്ലയർ മിസ്റ്റർ ശർമ്മ. അതായത് ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ആ ബിസിനസ്സിലുള്ള എൻ്റെ ഒരു ക്രെഡിറ്റർ ഉണ്ട്, അതായത് ഞാൻ ക്യാഷ് കൊടുക്കാനുള്ള ഒരു സപ്ലയർ ഉണ്ട്. അപ്പൊ അയാൾക്ക് ഞാൻ 5,000 രൂപ ക്യാഷ് ആയിട്ട് കൊടുത്തു. അയാളുടെ പേര് ശർമ്മ എന്നാണ്, അല്ലെ? ഇപ്പൊ ഇവിടെ രണ്ട് അക്കൗണ്ടിൽ, ഈ ട്രാൻസാക്ഷൻ രണ്ട് അക്കൗണ്ടിൽ എന്തുണ്ടാവുന്നുണ്ട്? ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. ഒന്ന് ശർമ്മ എന്ന് പറയുന്ന പേഴ്സണൽ അക്കൗണ്ട് ആണ്, അല്ലെ? അതേപോലെ തന്നെ ക്യാഷ് ബിസിനസ്സിന് കുറഞ്ഞു, അല്ലെ? ക്യാഷ് എന്ന് പറയുന്ന റിയൽ അക്കൗണ്ടും ഉണ്ട്. അപ്പൊ ഇവിടെ നേരത്തെ റൂള് പ്രകാരം റിസീവർ ആരാണോ, ആർക്കാണോ ക്യാഷ് റിസീവ് ചെയ്യുന്നത് അയാളെ ഡെബിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു, അല്ലെ? ഇപ്പോൾ ഇവിടെ ഷർമ്മയ്ക്കാണ് ക്യാഷ് റിസീവ് ചെയ്യുന്നത്, ഷർമ്മ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ബിസിനസ്സിൽ നിന്ന് ക്യാഷ് പോകുന്നുണ്ട്, അല്ലെ? അതുകൊണ്ട് ക്യാഷിന് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, ഇങ്ങനെയാണ് ആ റൂൾ കേട്ടോ. ഇത് ഡീറ്റെയിൽ ആയിട്ട് നോക്കണ്ട, ജസ്റ്റ് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കൂ. യു ബൈ എ ലാപ്ടോപ്പ് ഫോർ 50,000 ഇൻ ക്യാഷ്. എനിക്ക് ബിസിനസ്സിലേക്ക് ഒരു ലാപ്ടോപ്പ് ആവശ്യമായിട്ട് വന്നു, അത് ഞാൻ ക്യാഷ് കൊടുത്തിട്ട് വാങ്ങി, അല്ലെ? അപ്പൊ അവിടെ രണ്ട് അക്കൗണ്ടിൽ ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. ഒന്ന് ലാപ്ടോപ്പ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടും അതേപോലെ തന്നെ ക്യാഷ് എന്ന് പറയുന്ന അക്കൗണ്ടും. ഇപ്പൊ ലാപ്ടോപ്പ് എന്ന് പറയുന്ന അക്കൗണ്ട് ഏത് ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ്? റിയൽ അക്കൗണ്ടിൽ വരുന്നതാണ്, അതല്ലേ? ക്യാഷും റിയൽ അക്കൗണ്ട് ആണ്. അപ്പൊ അതിന്റെ റൂൾ എന്താണ്? അതായത് ബിസിനസ്സിലേക്ക് എന്താണോ വന്നത്, അസറ്റ് ബിസിനസ്സിലേക്ക് വന്നിട്ടുണ്ട്, അല്ലെ? അതിനെ ഡെബിറ്റ് ചെയ്യണം, അല്ലെ? ഇവിടെ നോക്കൂ, അസറ്റ് കംസ് ഇൻ, ലാപ്ടോപ്പിന് എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്തു, അല്ലെ? അതേപോലെ തന്നെ അസറ്റ് ബിസിനസ്സിന് പോയിട്ടുണ്ട്. ഏത് അസറ്റാ പോയത്? ക്യാഷ് ആണ് പോയത്, അല്ലെ? ക്യാഷ് ബിസിനസ്സിന് കുറഞ്ഞു, അതിനെ ക്രെഡിറ്റ് ചെയ്യണം. മനസ്സിലായല്ലോ? ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കൂ. യു പേ 10,000 റെന്റ് ഫോർ ഓഫീസ്. അപ്പൊ ഓഫീസ് ബിൽഡിങ്ങിന്റെ റെന്റ് ആയിട്ട് 10,000 രൂപ കൊടുത്തു. അപ്പൊ ഇവിടെ ഈ ട്രാൻസാക്ഷൻ രണ്ട് അക്കൗണ്ടിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ രണ്ട് അക്കൗണ്ട്? ഒന്ന് റെന്റ് എന്ന് പറയുന്ന അക്കൗണ്ടും ക്യാഷ് എന്ന് പറയുന്ന അക്കൗണ്ടും. റെന്റ് എന്ന് പറയുന്ന അക്കൗണ്ട് എന്താണ്? എക്സ്പെൻസ് ആണ്, അല്ലെ? ക്യാഷ് ഒരു അസറ്റ് ആണ്, അല്ലെ? അതായത് റിയൽ അക്കൗണ്ട് വരുന്നതാണ്. ഇപ്പൊ ഇവിടെ എക്സ്പെൻസ് ആയതുകൊണ്ട് തന്നെ എക്സ്പെൻസിനൊക്കെ ഡെബിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു, അല്ലെ? ഇവിടെ റെന്റ് എന്ന് പറയുന്ന എക്സ്പെൻസിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തു, എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്തു, ഡെബിറ്റ് ചെയ്തു. ക്യാഷ് ബിസിനസ് നിന്ന് കുറഞ്ഞു, അല്ലെ? അസറ്റ് ഡിക്രീസ് ആയി, അപ്പൊ ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്തു. ഇതാണ് റൂള്. ഇത് ജസ്റ്റ് നിങ്ങൾ നോക്കുക, ഡീറ്റെയിൽ ആയിട്ട് നോക്കണ്ട, കൺഫ്യൂഷൻ ആവും. ഓക്കെ, ഇനി ഈ ഭാഗത്തു നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഓരോന്നായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ അക്കൗണ്ടിംഗ് ഇക്വേഷൻ ഈസ് ഓപ്ഷൻ എ asset is equal to liabilities minus capital. Option B asset plus liabilities is equal to capital. Option C asset is equal to liabilities plus capital. Option D asset is equal to capital minus liability. ഇവിടെ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? അസറ്റ് ഈസ് ഇക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ ആണ്, അല്ലെ? അത് ഓർത്തിരിക്കണേ. ഇനി എക്സാമിന് ലയബിലിറ്റീസ് ഈസ് ഇക്വൽ ടു അസറ്റ് മൈനസ് ക്യാപിറ്റൽ എന്ന് പറയുകയാണെങ്കിൽ അതും ശരിയാണ് കേട്ടോ. ഓക്കെ, അതേപോലെ തന്നെ ക്യാപിറ്റൽ ഈസ് ഇക്വൽ ടു അസറ്റ് മൈനസ് ലയബിലിറ്റി എന്ന് ചോദിച്ചാലും
അതും കറക്റ്റ് ആണ്. കാരണം ഇക്വേഷൻ നമുക്ക് ഈ രണ്ട് രീതിയിൽ എഴുതാറ്. അപ്പൊ അതൊന്ന് പഠിച്ചു വെക്കണേ. ഇനി രണ്ടാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദീസ് ഈസ് നോട്ട് എ സ്റ്റെപ്പ് ഇൻ അക്കൗണ്ടിംഗ് പ്രോസസ്? അക്കൗണ്ടിംഗ് പ്രോസസിന്റെ സ്റ്റെപ്സിൽ വരാത്ത സ്റ്റെപ്പ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞത്. ഓപ്ഷൻ എ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ, അത് അക്കൗണ്ടിംഗ് പ്രോസസ്സിൽ വരുന്നതാണ്. ദെൻ ക്ലാസിഫൈങ് ട്രാൻസാക്ഷൻ, അതും അക്കൗണ്ടിംഗ് പ്രോസസ്സിൽ വരുന്നതാണ്. പ്രിഡിക്റ്റിംഗ് സ്റ്റോക്ക് പ്രൈസ്, അത് അക്കൗണ്ടിംഗ് പ്രോസസ്സിൽ വരുന്നതല്ല. ദെൻ പ്രിപ്പയറിംഗ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, അതും അക്കൗണ്ടിംഗ് പ്രോസസ്സിൽ വരുന്നതാണ്. ദെൻ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി മൂന്നാമത്തെ ചോദ്യം, റവന്യൂ ആൻഡ് എക്സ്പെൻസസ് ആർ റെക്കോർഡഡ് ഇൻ ഓപ്ഷൻ എ ബാലൻസ് ഷീറ്റ്, ഓപ്ഷൻ ബി പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ്, ഓപ്ഷൻ സി ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, ഓപ്ഷൻ ഡി ലെഡ്ജർ. അതായത് ഒരു ബിസിനസ്സിലുള്ള റവന്യൂ എക്സ്പെൻസും റെക്കോർഡ് ചെയ്യുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റിലാണ് കേട്ടോ. അതിലാണ് ബിസിനസിന്റെ പ്രോഫിറ്റും ലോസും ഐഡന്റിഫൈ ചെയ്യുന്നത്. എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം? റവന്യൂ എക്സ്പെൻസും കമ്പയർ ചെയ്യും അല്ലെ, വരുമാനം ചെലവും കമ്പയർ ചെയ്യും, എന്നിട്ട് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നോക്കും. Then അടുത്ത ചോദ്യം, ഇൻ ഡബിൾ എൻട്രി അക്കൗണ്ടിംഗ് എവറി ട്രാൻസാക്ഷൻ എഫക്ട് ഓപ്ഷൻ എ ഓൺലി വൺ അക്കൗണ്ട്, ഓപ്ഷൻ ബി അറ്റ്ലീസ്റ്റ് ടു അക്കൗണ്ട്, ഓപ്ഷൻ സി ഓൺലി ദ ക്യാഷ് അക്കൗണ്ട്, ഓപ്ഷൻ ഡി ഓൺലി ദ ക്യാപിറ്റൽ അക്കൗണ്ട്. അതായത് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിംഗ് പ്രകാരം ഓരോ ട്രാൻസാക്ഷനും എത്ര അക്കൗണ്ടിൽ മാറ്റം ഉണ്ടാക്കുന്നുണ്ട്? അറ്റ്ലീസ്റ്റ് ടു അക്കൗണ്ട്, മിനിമം 2 അക്കൗണ്ടിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ. ദെൻ അടുത്തത്, ബൈയിങ് ഗുഡ്സ് ഫോർ ക്യാഷ് എഫക്ട് ഓപ്ഷൻ എ ഓൺലി ദ പർച്ചേസ് അക്കൗണ്ട്, ഓപ്ഷൻ ബി ഓൺലി ദ ക്യാഷ് അക്കൗണ്ട്, ഓപ്ഷൻ സി ബോത്ത് പർച്ചേസ് ആൻഡ് ക്യാഷ് അക്കൗണ്ട്, ഓപ്ഷൻ ഡി ക്യാപിറ്റൽ അക്കൗണ്ട്. ഗുഡ്സ് ക്യാഷിന് പർച്ചേസ് ചെയ്തു അല്ലെ, അത് 2 അക്കൗണ്ട് ചേഞ്ചസ് ഉണ്ടാക്കും. ഏതൊക്കെ 2 അക്കൗണ്ട്? ഒന്ന് പർച്ചേസും മറ്റൊന്ന് ക്യാഷും അല്ലെ. അപ്പൊ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ചോദ്യം, റിസോഴ്സസ് ഓൺഡ് ബൈ ബിസിനസ് ആർ കോൾഡ്, ഓപ്ഷൻ എ ലയബിലിറ്റി, ഓപ്ഷൻ ബി അസറ്റ്, ഓപ്ഷൻ സി എക്സ്പെൻസ്, ഓപ്ഷൻ ഡി റവന്യൂ. അല്ലെ, ബിസിനസ് ഓൺ ചെയ്യുന്ന റിസോഴ്സുകൾ ഏതാണ്? അസറ്റ് ആണ് അല്ലെ, അത് ഓർത്തിരിക്കണേ. പിന്നെ അടുത്തത്, അൺപെയ്ഡ് ബിൽസ് ആർ എൻ എക്സാമ്പിൾ ഓഫ് അസറ്റ്, ലയബിലിറ്റീസ്, ക്യാപിറ്റൽ, റവന്യൂ. അതായത് ഒരു ബിസിനസ് കുറച്ച് ബില്ല് കൊടുക്കാനുണ്ട്, പക്ഷെ ആ ബില്ല് എമൗണ്ട് ഇതുവരെ കൊടുത്തിട്ടില്ല, അത് ബിസിനസിന്റെ ബാധ്യതയാണ്, ലയബിലിറ്റി ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ദെൻ അടുത്തത്, പാറ്റന്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് അസറ്റ്. ഇത് കഴിഞ്ഞ തവണത്തെ എക്സാമിൽ ചോദിച്ച ചോദ്യമാണ് കേട്ടോ. ഓപ്ഷൻ എ ഇൻടാഞ്ചിബിൾ, ഓപ്ഷൻ ബി ടാഞ്ചിബിൾ, ഓപ്ഷൻ സി ഫിക്ടീഷ്യസ്, ഓപ്ഷൻ ഡി കറണ്ട്. പാറ്റന്റ് എന്താണ്? ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പൊ ഇൻടാഞ്ചിബിൾ അസറ്റും കറണ്ട് അസറ്റും നോൺ കറണ്ട് അസറ്റും ഒന്ന് പഠിച്ചു വെക്കണേ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ചു വെക്കാം. ഓവർ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകരുത്. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഈ ഒരു എക്സാം എഴുതുന്ന നിങ്ങളെ ഫ്രണ്ട്സിന് ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രീ ക്ലാസ്സസ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.